Hey, hello, this is part 3 of our trip and now we are in Dandeli. So, നമ്മൾ ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിട്ട് ഒരു ഹോട്ടലിലാണ്. ആക്ച്വലി മോർണിംഗ് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ കോട്ട കെട്ടാൻ നിൽക്കുന്നത് നമ്മുടെ വ്യൂ ഒക്കെ കാണിച്ചില്ല, പക്ഷെ വലിയ കാര്യത്തിലുള്ള വ്യൂ ഒന്നും ഇല്ലായിരുന്നു. നമ്മളവിടെ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുകയായിരുന്നു കുറച്ച് നേരം. നമ്മളൊരു കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, നമ്മളും കുറച്ച് ബോയ്സും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ കാപ്പി കുടിച്ച് വന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ വെറുതെ ഇങ്ങനെ പുറത്തിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അകത്ത് പോയിട്ട് ആക്ച്വലി നമ്മൾ വെള്ളത്തേക്കാണ് പോകുന്നതെങ്കിലും മേക്കപ്പിന് ഒരു കുറവും പാടില്ലല്ലോ. അതുകൊണ്ട് മേക്കപ്പ് ഇടാനുള്ള മടി കാരണം ഞാനും സുജിമോളും അവിടെ കിടന്നു കൊടുത്തു. ഷെഫിനെ നമുക്ക് മേക്കപ്പൊക്കെ ചെയ്തു തന്നു. പിന്നെ ഗേൾസ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു റൂമിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ വെച്ച് നല്ല വൈബായിട്ട് നമുക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു റൂമിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് വൈബായിട്ട് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. പാട്ട് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഈ ഒരു സമയത്ത് മോർണിംഗും കൂടിയാണ്. അപ്പോൾ എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കും. ഏതൊക്കെയോ പാട്ട് വെച്ച് ഡാൻസ് കളിക്കേണ്ടത്, ഏതാ പാട്ട് എന്ന് പോലെ എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടണില്ല. ആൻഡ് എല്ലാവരും ആ ഒരു എനർജിയുടെ ഒരു പീക്ക് ലെവലിലായിരുന്നു നിൽക്കണമായിരുന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ നിന്ന് നമ്മൾ ഡെൻഡലിലേക്ക് പോയിട്ട് ഡെൻഡലിൽ വാട്ടർ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഞാൻ ഒന്നും എടുത്തില്ല, കാരണം നമുക്ക് ഫോൺ അലൗഡ് അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നൈറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ഗോവയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നമ്മൾ നൈറ്റ് അവിടെയാണ് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് ഡ്രസ്സ് ഇടണം ക്യാമ്പ് ഫയറിന്. അപ്പോൾ ഞാനും മിസ് ചെയ്തൊക്കെ ഊഞ്ഞാലാടുന്നതാണ് രാത്രി അവിടെ ഇരുന്നിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ആട്ടിത്തരാണ്, നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് പ്രേതാടണ പോലെ ഉണ്ടോ മുടി, നമ്മൾ ഹെയർ നനച്ചിട്ടുണ്ടായിരുന്നു, കാരണം രണ്ടിൽ പോയി വെള്ളത്തിൽ മുങ്ങിയിട്ടല്ലേ വരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ എല്ലാവരും വൈറ്റ് ആയിട്ട് നല്ല ശ്രദ്ധിച്ച് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആയിട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ക്യാമ്പ് ഫയർ ഒരു ഓക്കെ ക്യാമ്പ് ഫയർ ആയിരുന്നു എല്ലാവരും. പക്ഷേ എല്ലാവരും നല്ല വൈറ്റ് ഡ്രസ്സ് ഇട്ടപ്പം അടിപൊളിയായിരുന്നു. എല്ലാവരും ഒരു കളറിൽ ആ ഒരു സംഭവത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ പടക്കം, മേശപ്പൂത്തിരി സംഭവങ്ങളൊക്കെ പൊട്ടിച്ചും കത്തിച്ചൊക്കെ ഞങ്ങൾ നന്നായിട്ട് അവിടെ ആഘോഷിച്ചു. ഇനി പാർട്ട് 4 കാണാം.